താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സാർ, ഞാൻ നാണക്കുട്ടൻ നായർ. എന്താണ് നിന്റെ പേര്? പൊട്ടന ചോദിച്ച ചെവി കേൾക്കില്ലേ? പ്രകാശ്. വെറും പ്രകാശോ അതോ അതിന്റെ കൂടെ പല വാലുണ്ടോ? രവിപ്രകാശ്. തരക്കേടില്ലോടാ, നല്ല സ്റ്റൈലം പേര്. നിന്റെ ഈ കോലത്തിൽ നോക്കി ഇത്രയും നല്ലൊരു പേര് വിളിക്കാൻ നിന്റെ തന്തയ്ക്ക് തോന്നിയല്ലോ. ഒറ്റയ്ക്കിരുന്ന് സിനിമ കാണാൻ വലിയ വിഷമാണല്ലേ? അതൊരു പുതിയ അസുഖമാണല്ലോ. തന്തയും തള്ളിയും ആവശ്യത്തിൽ കൂടുതൽ പണം അയച്ചതിന്റെ പൊളപ്പാണല്ലേ? സാർ, ഞാനങ്ങനെ സാറ് കരുതുന്ന പോലെ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. പെമ്പിള്ളേരെ കുപ്പിലിറക്കണ ലൈക്ക് ദാറ്റ് നമ്പർ ഉണ്ടല്ലോ, അതിവിടെ വേണ്ട. ഇത് പോലീസ് സ്റ്റേഷനാ, മനസ്സിലായോ? ഓ സാർ. തഹസിൽദാരുടെ മോള്, വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മോള്, മഷേന്റെ മോള്, പിന്നെ ആരൊക്കെയാണ് നിന്റെ ലിസ്റ്റില്? പറ കേക്കട്ടെ. നിൽപ്പും മട്ടും കണ്ട പഞ്ച പാവം ഇല്ലോട് ആൾക്കൂടുന്നേര്. ഇക്കണക്കിന് എനിക്ക് പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിൽ അതിനെ വിളിക്കില്ല സിനിമയ്ക്ക്. ആൾക്കൂടുന്നേരെ സാർ, താൻ പോയി സ്വല്പം നല്ലെണ്ണ കൊണ്ടുപോവാ. എണ്ണ ഉരുട്ടാതെ ഒന്ന് തല്ലിയ എന്റെ കൈ കൊടുക്കും. സാർ. സാർ, സാർ, ഞാൻ ധൃതി വെക്കാതെ പ്രകാശേ, എണ്ണ വന്നോട്ടെ. എന്താണ്ടാമത്തെ നിനക്കിന്ന് വല്ലാത്തൊരു സന്തോഷം. ആ, പെണ്ണുമ്പിള്ള ലീവിൽ വന്നിട്ടുണ്ടാവും അല്ലേ? അത് കൊള്ളാം. എന്ത് പറഞ്ഞാലും അവന് ഇളിയ. ആ ഭദ്രകാളിയുടെ മുമ്പിൽ ഇളിച്ച് അവനിപ്പോ ഇതൊരു പതിവായി. കള്ളനെ കണ്ടാലും അവന് ഇളിക്കും. ഒരു അക്കിടി പറ്റി. പ്രകാശനില്ലേ, ഗൾഫിലുള്ള രാഘവന്റെയും ഭദ്രയുടെയും സന്തതി. ആ, പ്രകാശൻ. അവനെന്താ പറ്റിയേ? വേണ്ട, കുഞ്ഞന്നാമ്മ ചേർത്തി അറിഞ്ഞാൽ ഗുരുമാരാവുമെന്ന് ഞാൻ അപ്പോഴേ സയോട് പറഞ്ഞോ. പേരോ പിള്ളേർ കമന്റ് അടിച്ചെന്നോ സിനിമയ്ക്ക് വിളിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് പെറ്റി കേസിന് കസ്റ്റഡി എടുത്ത് അകത്ത് കൊണ്ടുവരിക. റാഫേല് കുട്ടി പറഞ്ഞിട്ടോ പ്രകാശിനെ കസ്റ്റഡിയിൽ എടുത്തുന്നോ? റാഫേല് കുട്ടി അത്രയ്ക്കായോ? ഞാൻ ഇടിച്ചിട്ടില്ല, പിന്നെ എന്താ കരയണേ? ഇങ്ങനെ കയ്യിൽ കിട്ടും. ആ, പിന്നെ കാലായി തുടങ്ങി കേട്ടാ. പിന്നെ അതെ കിട്ടും. ആ, എണ്ണ പോരാ. അപ്പൊ മാറിക്കാണാ ഞാൻ പറഞ്ഞത്. തള്ളോട് മാറിക്കാണാ പറഞ്ഞത്. ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ തള്ളക്കലും ഇവരുണ്ടോ? എനിക്ക് വേണ്ടപ്പെട്ടവരെ സ്റ്റേഷനിൽ കയറ്റി മരിച്ചുപോയി നിന്റെ തന്തക്കന്നാലില്ലേ ഏട് മീശപറാൻ എന്റെ ഭർത്താവ് അയാള് പോലും പെരുമാറിയിട്ടില്ല. പിന്നെ നീ പ്രകാശ് കുഞ്ഞ് പോണ വഴിക്ക് ആ മൈമൂണില് കേറി ഒരു ടിക്കറ്റ് ന്യൂഷോയ്ക്ക്, പിന്നെ ലുലുവില് കേറി മാറ്റിനിക്കൊരു ടിക്കറ്റ്. ഇത് രണ്ടും കാശ് കൊടുത്ത് മേടിച്ച് ആ കാന്റീനിൽ കൊടുത്തേക്ക്. ഞാൻ വരുമ്പോ തരണെന്ന് പറയും. അതിനെന്താ പറ്റി? ബോക്സിന്റെ ടിക്കറ്റ് തന്നെ എടുത്തു കൊടുത്തേക്കാം. ഇടയ്ക്കെന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ക്യാൻറ്റീനിൽ പറഞ്ഞ് ഏൽപ്പിച്ചേക്കാം. ബാക്കി കാശുണ്ടെങ്കിൽ തള്ളക്ക് ശവപ്പെട്ടി മേടിച്ചു കൊടുക്കണം. അടിച്ചതിനെ ശരിയാക്കൂടെ ഞാൻ. എന്റെ പൊന്നുമോ പോയി പോയി. ഇതിലെന്തമ്മേ കൂട്ടാൻ? മീൻ കൂട്ടാനാ? അല്ലട മോനെ, ഇറച്ചി കൂട്ടാനാ.